നമ്മുടെ കേരളക്കരയിൽ, ഇന്ത്യയിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങൾ നടക്കുമ്പോ പതിനായിരക്കണക്കിന് മസ്ജിദുകൾ, വഖഫ് ചെയ്യപ്പെട്ട അള്ളാഹുവിന്റെ ഭവനങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ആ വഖഫിനെതിരെ സമരം നടത്തുന്ന സമയത്ത് ഇവിടെ ഒരു വിഭാഗം നമ്മുടെ കൊച്ചു കേരളത്തിൽ പതിനായിരക്കണക്കിന് പള്ളികളെ കുറിച്ച് ആക്ഷേപം പറഞ്ഞതെന്താ? പള്ളികൾ അമ്പലങ്ങളാണ്. എന്തേ കാരണം? പള്ളികളിൽ മൗലിദ് നടക്കുന്നു, പള്ളികളിൽ ഖത്മുൽ ഖുർആൻ നടക്കുന്നു, പള്ളികളിൽ ഖുത്ബിയത്ത് നടക്കുന്നു, പള്ളിയിൽ മജ്ലിസുൻ നൂർ നടക്കുന്നു. അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ പള്ളികൾ അമ്പലങ്ങളാണ് എന്ന് പ്രസംഗിച്ച് നടക്കുന്നത് ഈ വഴിപിഴച്ചു പോയ വഹാബി പൗരോഹിത്യത്തിന്റെ ആളുകളാണ്. ആ പള്ളികളിലെ ഇമാമുമാർ, പതിനായിരക്കണക്കിന് ഖത്തീബുമാർ, മുദരിസുമാർ, ഇമാമുമാർ, അവരൊക്കെ സ്വാമിമാരാണ് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മുജാഹിദ് മൗലവിയാണ്. 50,000-ത്തിലധികം ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങൾ ഈ പുതിയ യുദ്ധത്തിൽ ശുഹദാക്കളായി. ആ ഫലസ്തീനികളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ജൂതന്മാർക്ക് ഓശാന പാടി അവിടുത്തെ ഫലസ്തീനി മഹാഭൂരിപക്ഷം വരുന്ന ഫലസ്തീനി മുസ്ലിങ്ങൾ സുന്നികളായതിന്റെ പേരിൽ അവർ ഷിയാക്കളാണ് എന്നും അവർ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്നും അവരെ അതിനപ്പുറം ജൂതന്മാർ രക്ഷപ്പെട്ടാലും അവിടുത്തെ ഫലസ്തീനികൾ വിജയിച്ചു പോകരുത് എന്ന് പ്രസംഗിച്ചത് ഇതെല്ലാം പറഞ്ഞ ചുഴലി മൗലവിയാണ്. മഹാന്മാരായ ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു പുരോഹിതന് വിളിച്ചു പറഞ്ഞത് എന്താ? ഒരു മൂർഖൻ പാമ്പിനെ, കടുത്ത വിഷമുള്ള വിഷപ്പാമ്പിനെയല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്, സംഘപരിവാറിനെയല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്, RSSനെയല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്, സമസ്തക്കാരായ പണ്ഡിതന്മാരെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്ന് പറഞ്ഞ് ഇത്ര വലിയ വംശവെറിയും വർഗീയതയും വളർത്തുന്ന ഇത്തരത്തിലുള്ള മുജാഹിദ് ബാലുശ്ശേരിമാരെ, ചുഴലിമാരെ, അവരെ ചങ്ങലക്കിടാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നേതാവ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അബൂജഹലിന്റെ ഈമാനാണ് സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടെ ഈമാനിനേക്കാൾ നല്ല ഈമാൻ. ഇതും വിളിച്ചു പറഞ്ഞത് ഈ മുജാഹിദ് മൗലവിയ. മക്ക മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാണ് സമസ്തക്കാർ, കേരളത്തിലെ സുന്നികൾ. അത് മാത്രമല്ല, ലോകത്തുള്ള സുന്നികളെ ലക്ഷക്കണക്കിന് ഹജ്ജാജിമാര് പരിശുദ്ധമായ കഅബാലയത്തിങ്കൽ ഹജ്ജിന് വന്നപ്പോ അതിനെ ചൂണ്ടിക്കാണിച്ച് സക്കരിയ സ്വലാഹി വിളിച്ചു പറഞ്ഞത് എന്താണ്? ഇവരൊക്കെ ബഹുദൈവ വിശ്വാസികളാണ്. ഈ ലക്ഷക്കണക്കിന് ആളുകൾ അവർ തൗഹീദിന്റെ ആളുകളല്ല, കഅബാലയത്തിന്റെ ഖില്ല പിടിച്ചു മുത്തുന്നവർ, ഹജറുൽ അസ്വദ് മുത്തുന്നവർ. ലക്ഷക്കണക്കിന് ഹാജിമാരെ കുറിച്ച്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന ആളുകളെ കുറിച്ച് ബഹുദൈവാരാധകർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർ, മദ്രസ വിദ്യാർത്ഥികൾ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് പ്രസംഗിച്ച് നടന്നവർ. ഇവരെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത്? മൗനം പാലിക്കണോ? ലോകത്തെ കോടാനുകോടി മഹാഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിങ്ങളെ കുറിച്ച് ഇത്തരത്തിലുള്ള വിഷലിപ്തങ്ങളായ വാചോടാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഈ മുജാഹിദ് പുരോഹിതന്മാരാണ്. ഇവരുടെ അപകടകരമായ ദുഷ്പ്രചരണങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ, തലമുറയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ആദർശ പോരാട്ടവുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നേറുന്നത്. 100 കൊല്ലം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർകോട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനം നടക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ഒരു കാര്യം പറയാം. നിങ്ങൾ ഇങ്ങനെയുള്ള വഞ്ചനാത്മകമായ കുപ്രചരണങ്ങളൊക്കെ നടത്തിയെങ്കിലും നിങ്ങൾക്ക് എന്താ വിജയിക്കാൻ സാധിച്ചത്? ഈ കൊച്ചു കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്തൊക്കെ പക്വതയില്ലാത്ത ഗീർവാണങ്ങൾ ഈ ലോകത്തിന്റെ മുന്നിൽ അവർ വിളിച്ചു പറഞ്ഞു. ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ മുഴുവനും അവർ വികലമാക്കി. ദീൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ്, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അനുസരണയാണ്, അടിമവേലയാണ്. ശരീഅത്ത് പറഞ്ഞാൽ അത് കേവലം ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയാണ്. നിസ്കാരവും നോമ്പും ഹജ്ജും ഇതെല്ലാം ഒരു രാജ്യത്തെ പട്ടാളത്തിനുള്ള പരിശീലനമാണ്. കേവലം ഹുക്കൂമത്തെ ഇലാഹി മാത്രം ലക്ഷ്യമാക്കി ഇഖാമത്തുദ്ദീൻ എന്ന് അതിന് വിളിപ്പേരിട്ടുകൊണ്ട് അപകടകരമായ ഈ ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ മുഴുവനും വളച്ചൊടിച്ച ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല. അവർ തീവ്രവാദികളാണ്, അവർ ഭീകരതക്ക് ഓശാന പാടുന്നവരാണ്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഭീകരതക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടം നടക്കുകയാണ്. ആരാണ് ഈ ഭീകരവാദികൾ?
ഈ ഭീകരവാദികൾ ഇവിടെ ലഷ്കർ എ തൊയ്ബയാണെങ്കിലും അൽ ഖായിദയാണെങ്കിലും താലിബാൻ ആണെങ്കിലും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ പിന്നിലുള്ള ഐഡിയോളജി ആരാണ്? ഞങ്ങൾ പറയണ്ട, ഇവിടുത്തെ പൊതുസമൂഹം പറയുന്നത്. ഇനി അത് മാത്രമല്ല, ദി ന്യൂയോർക്ക് ടൈംസ് 2014 അവര് കൃത്യമായ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് പറഞ്ഞത് 2014 സെപ്റ്റംബർ 26 ലോക സമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന IS അടക്കമുള്ള ഭീകര സംഘടനകളുടെ ആശയ സ്രോതസ് വഹാബിസമാണ്. ഇത് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞതാണ്. യൂറോപ്യൻ യൂണിയൻ 45 പേജുള്ള പഠന റിപ്പോർട്ട് പുറത്തിറക്കി. സകല തീവ്രവാദ സംഘടനകളുടെയും ഐഡിയോളജി ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദാണെന്ന് പറഞ്ഞു. ഇനി കേരളത്തിലെ വഹാബികൾ തന്നെ ശബാബ് വാരിക, മർക്കസ് ദഅവ പുറത്തിറക്കുന്ന അവരുടെ മുഖപത്രമല്ലേ, മുജാഹിദ് വിഭാഗത്തിന്റെ പത്രമല്ലേ, അവര് പറയുന്നു ബോക്കോ ഹറാം, അൽ ഷബാബ്, അൽ ഖായിദ, താലിബാൻ മുതൽ ഒടുവിലത്തെ IS-ഉം വഹാബി മൂവ്മെന്റിന്റെ വ്യത്യസ്ത പതിപ്പുകളാണ്. 2014 ഡിസംബർ 26 അൽ ഷബാബിലാണ് ഇത് പറഞ്ഞത്. ഈ വഹാബിസം അത് തീവ്രവാദത്തിലേക്കുള്ള വഴിയാണ്. അതേപോലെ മൗദൂദിസം, ഇഖ്വാനിസം ലോകത്തെ തീവ്രവാദത്തിലേക്കുള്ള വഴിയാണ്. അത് മാത്രമല്ല, അപകടകരമായ മാസോണിസത്തിന്റെ വഴിയാണ്. മാസോണിസം ജൂത സൃഷ്ടിയാണ്. മാസോണിസത്തെ കുറിച്ച് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറഞ്ഞത് ദ ലാർജസ്റ്റ് വേൾഡ് വൈഡ് സീക്രട്ട് സൊസൈറ്റി, രഹസ്യമായി ലോകത്താപകടം വിതക്കുന്ന ഈ മാസോണിസം ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, മുഹമ്മദ് ആബുദു കേരളക്കരയിലേക്ക് വഹാബിസം കൊണ്ടുവന്ന ഈ ആശയ സ്രോതസ്സുകൾ, ഇവര് 3 പേരും മാസോണിസ്റ്റുകളായിരുന്നു എന്ന് കൃത്യമായ രേഖയുണ്ട്. ദായിറത്തുൽ മആരിഫിൽ മാസൂനിയ ആ ഒരു പുസ്തകത്തിലെ പഠന റിപ്പോർട്ടിലെ 197-ാമത്തെ പേജിൽ പറയുന്നു. ഇനി വഹാബികൾ തന്നെ സമ്മതിക്കുന്നു. ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ അവര് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ 25-ാമത്തെ പേജിൽ പറയുന്നു ഇവര് മാസോണിസ്റ്റുകളാണ് എന്ന്. അത് മാത്രമല്ല, KNM പ്രസിദ്ധീകരിച്ച ഫിഖഹിന്റെ പരിണാമം എന്ന ബിലാൽ ഫിലിപ്പിന്റെ പുസ്തകത്തിലെ പേജ് 115 ഇത് ഞങ്ങളുടേതായ അവകാശവാദങ്ങളും ഞങ്ങളുടേതായ ആരോപണങ്ങളുമല്ല. മാസോണിസ്റ്റുകളാണ് ഇവർ. ഇവർ അപകടകരമായ ഈ ഉമ്മത്തിനെ നശിപ്പിക്കുന്ന വെഞ്ചതലുകളാണ്. ഈ വെഞ്ചതലിനെ തിരിച്ചറിയാൻ, ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിന്റെ പ്രമേയം ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ്. കഴിഞ്ഞ റമദാനു ഷരീഫിന് മുമ്പ് 3 മാസം SKSSF കൃത്യമായ ക്യാമ്പയിൻ നടത്തി, ആദർശ സമ്മേളനങ്ങൾ നടത്തി. അതിന്റെ തുടർച്ചയായി ഇനി ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷിക പ്രചരണ സമ്മേളനങ്ങൾ ഞങ്ങൾ ഇത് തുറന്നു പറയാൻ വേണ്ടി തന്നെയാണ് ആയിരക്കണക്കിന് വേദികൾ ഉപയോഗപ്പെടുത്തുക. കാരണം ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം. നിങ്ങളുടെ ഈ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായകളെ, പുള്ളിക്കുപ്പായം അണിഞ്ഞ ഈ ഉള്ളിരിപ്പുകാരെ, അവരുടെ ഈ പുറംപൂച്ച് വലിച്ചെറിഞ്ഞ്, പുള്ളിക്കുപ്പായം വലിച്ചൂരി, ആട്ടിൻ തോല് വലിച്ചെറിഞ്ഞ് ഇവർ അപകടകാരികളായ ചെന്നായകളാണ് എന്ന് സമൂഹത്തിന്, രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. പൊതുസമൂഹം ഒരു കാര്യം മനസ്സിലാക്കണം, ഇവർ പുരോഗമനവാദികളല്ല. പല ആളുകളും മനസ്സിലാക്കി ജമാഅത്തെ ഇസ്ലാമിക്കാര് നവോത്ഥാനത്തിന്റെ ആളുകളാ, മുജാഹിദ് വിഭാഗം പുരോഗമനവാദികളാ. ഒരിക്കലുമല്ല. ഈ നാട്ടിൽ നടന്ന സകല പുരോഗമനങ്ങൾക്കും എതിര് നിന്നവരാണ്. എന്താണ് ബിദ്അത്ത്, എന്താണ് സുന്നത്ത്, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് പി മുഹമ്മദ് കുട്ടശ്ശേരി ചന്ദ്രിക ആഴ്ച പതിപ്പിൽ ഒരു ലേഖനം എഴുതി. 2002 ഫെബ്രുവരി 9-15 ചന്ദ്രിക ആഴ്ച പതിപ്പിൽ എന്താ എഴുതിയത്? മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച്, നജ്ദിയൻ ചിന്തകളെ കുറിച്ച്, ടെലഗ്രാഫ്, കമ്പിയില്ല കമ്പി, മോട്ടോർ വാഹനങ്ങളും വണ്ടികളും മതം തൃപ്തിപ്പെടാത്ത ബിദ്അത്താണെന്ന്, പുത്തനാശയമാണെന്ന് നജ്ദിലെ മതവിശ്വാസികൾ വിശ്വസിക്കുകയായിരുന്നു. ഈ നജ്ദിയൻ തൗഹീദിന്റെ വഹാബികൾ അവർ ഈ പുരോഗമനങ്ങളൊക്കെ, ലോകത്ത് വളർന്നു വരുന്ന ശാസ്ത്രീയ പുരോഗതി പോലും ഈ സാധുക്കൾ ബിദ്അത്താണെന്ന് വിശ്വസിച്ചു. ഇന്നും ആ ആശയക്കാർ കേരളത്തിലില്ലേ? 8 ഗ്രൂപ്പുകളായി പൊട്ടിപ്പിളർന്ന വഹാബി വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം, ഇവിടെ ഗവൺമെന്റ് നൽകുന്ന പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്താൻ പാടില്ല. പ്രതിരോധ കുത്തിവെപ്പുകൾ, കുട്ടികൾക്ക് നൽകുന്ന പ്രതിരോധ കുത്തിവെപ്പുകൾ, പലതരത്തിലുള്ള കുത്തിവെപ്പുകൾ, ഹജ്ജിന് പോകുന്നവർക്ക് കുത്തിവെപ്പ് നടത്താറുണ്ട്, കുഞ്ഞുമക്കൾക്ക് കുത്തിവെപ്പ് നടത്താറുണ്ട്, പോളിയോ വാക്സിൻ നൽകാറുണ്ട്. ഇതൊക്കെ ശിർക്കാണ്, ഇത് ബിദ്അത്താണെന്ന് വിശ്വസിക്കുന്ന മുജാഹിദ് വിഭാഗം ഇപ്പോഴും കേരളക്കരയിലുണ്ട്.
കെമിസ്ട്രി, ഫിസിക്സ് പെൺകുട്ടികൾക്ക് പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഫത്വ കൊടുത്തത് ഇബ്നു ബാസാണ്, സൗദിയിലെ ഇവരുടെ മുഫ്തിയാണ്. എന്നിട്ട് ഈ പുരോഗമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ എതിരെ നിന്ന ഈ പിന്തിരിപ്പന്മാരെ കുറിച്ച് പൊതുസമൂഹം തെറ്റിദ്ധരിച്ചു. ഇവരാണ് നവോത്ഥാന നായകന്മാർ, ഇവരാണ് പുരോഗമനവാദികൾ. അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമുക്കറിയാം, അവര് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അന്തകരാണ്, മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ പൊളിച്ചു കളയുന്ന ഏറ്റവും വലിയ കൊള്ളക്കാരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവർ നടത്തിയ ഏറ്റവും വലിയ ചതിയാണ്. ഞാൻ ഒറ്റ കാര്യം പറയാം, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമുഖനായ തലമുതിർന്ന നേതാവ് KC അബ്ദുള്ള മൗലവിയുടെ ഒരു പ്രസംഗമുണ്ട്. കുറച്ചൊക്കെ സൂക്ഷിച്ചാവണം വർത്തമാനം പറയുന്നത്, നമുക്കിവിടെ ജീവിക്കണ്ടേ, അദ്ദേഹം ചോദിക്കാണ്. അപ്പോ അതിനെ പരിഗണിച്ച് ചിലപ്പോ ഡെമോക്രസി, സെക്യുലറിസം എന്നൊക്കെ പറയും. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അടിസ്ഥാനപരമായോ വിശ്വാസത്തിലെ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, വരുത്തുകയുമില്ല. വാചക ശൈലിയിൽ ചില മിനുക്കുപണികളൊക്കെ ചെയ്യും. ഇപ്പൊ നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, വെൽഫെയർ പാർട്ടി. ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷനിൽ പങ്കെടുത്തു. ജനാധിപത്യം ബിദ്അത്താണ്, ജനാധിപത്യം ശിർക്കാണ്. മതേതരത്വം ബിദ്അത്താണ്, മതേതരത്വം ശിർക്കാണ്. ഇതൊക്കെ താഗൂത്തി വ്യവസ്ഥിതിയാണ്, ഇതിനനുസരിക്കുന്നത് ശിർക്കാണ്. ഇവിടുത്തെ ഗവൺമെന്റ് ജോലി സ്വീകരിക്കുന്നത്, കോടതിയിലെ ഗുമസ്തന്മാരാകുന്നത്, ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്, ഇതൊക്കെ ശിർക്കാണ്, ബിദ്അത്താണെന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവർ സത്യത്തിൽ അതിൽ നിന്ന് ആത്മാർത്ഥമായി പിന്മാറിയിട്ടില്ല. KC അബ്ദുള്ള മൗലവി പറയുന്നത് ഇതൊക്കെ ഒരു പൊടിപ്പുന്തങ്ങലും, ഇതൊക്കെ ആളുകളെ കണ്ണിൽ പൊടിയ ചതിയാണ്, ഇത് വാചക കസർത്തുകളാണ്, പദം കൊണ്ടുള്ള കളിയാണ്, വാചക ശൈലിയിലെ മിനുക്കുപണികളാ. ഞങ്ങൾ ഒരിക്കലും ഈ ആശയത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നാണ് KC അബ്ദുള്ള മൗലവി പറയുന്നത്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നത്, ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെ വെല്ലുവിളിച്ച് പറയുന്നു, നിങ്ങൾ ഈ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾ ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്? നിങ്ങൾ ഹുക്കൂമത്തെ ഇലാഹിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ? നിങ്ങൾ ഇഖാമത്തുദ്ദീൻ എന്ന പേരിട്ട് വിളിക്കുന്ന മതരാഷ്ട്രവാദത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയിട്ടുണ്ടോ? മതരാഷ്ട്രവാദം ശിർക്കല്ല എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായ വാദമുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഗ്രന്ഥങ്ങളും നിങ്ങളുടെ പ്രസംഗങ്ങളും വെച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങളത് നിങ്ങളെ നിർത്തിക്കൊണ്ട് വെല്ലുവിളിച്ച് പറയുന്നു, ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ചതിയാണ് നടത്തിയത് പൊതുസമൂഹത്തെ, ജനാധിപത്യ വിശ്വാസികളെ, ഈ രാജ്യത്തെ ജനങ്ങളെ. നിങ്ങൾ ഒരിക്കലും ഈ വാദത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. നിങ്ങൾ പിന്മാറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെല്ലുവിളിച്ച പറയുന്നത്, നിങ്ങളെ ഒരു വേദിയിലിരുത്തിക്കൊണ്ട് നിങ്ങളത് തയ്യാറാണെങ്കിൽ, നിങ്ങളതിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ നടത്തിയ ഈ ചതി, ഈ വഞ്ചന, പൊതുസമൂഹത്തെ പറ്റിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് പഴഞ്ചനാണ്. ഈ രാജ്യത്തിന്റെ പുരോഗതിയും ഇതൊക്കെ നിങ്ങൾക്ക് ജനങ്ങളെ കബളിപ്പിക്കലാണ്. എന്നിട്ട് ഏറ്റവും നല്ല മതേതരവാദികളായി ചമയാൻ, ഏറ്റവും നല്ല മതസൗഹാർദ്ദത്തിന്റെ ആളുകളായി ചമയാൻ പള്ളിയുടെ മുകളിൽ ടർഫ് ഉണ്ടാക്കുക, പള്ളിയിലേക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നാട്ടിലെ ഹിന്ദു സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയും മറ്റുള്ള മതക്കാരെയും പള്ളിയിലേക്ക് ജുമുഅക്ക് കൊണ്ടുവരിക, പള്ളി മെമ്പറിൽ വെള്ളിയാഴ്ച സ്വാമിമാരെ കൊണ്ട് പ്രസംഗിപ്പിക്കുക. ഇതൊക്കെ ഏറ്റവും വലിയ ചതിയാണ്, നിങ്ങളുടെ വഞ്ചനയാണ്. നിങ്ങളാണ് ഏറ്റവും വലിയ വർഗീയവാദികൾ, നിങ്ങളാണ് ഏറ്റവും വലിയ മതരാഷ്ട്രവാദികൾ. അത് ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാ. നിങ്ങളെ വിടാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല. ഇതൊക്കെ മറച്ചു വെച്ച് മതേതരത്വത്തിന്റെ കുപ്പായമണിഞ്ഞ് പാവപ്പെട്ട ഈ കേരളത്തിലെ ജനങ്ങളുടെ, മുസ്ലിം മുതലാളിമാരുടെ പണം പോക്കറ്റ് അടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബൈത്തു സക്കാത്തുമായി കടന്നു വന്നു. ഈ കഴിഞ്ഞ സമസ്തയുടെ ഈ മുഷാവറ പിന്നെയും പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ നേതാക്കളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് ശരീഅത്ത് വിരുദ്ധമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തുൽ മാലും ബൈത്തു സക്കാത്തും ഖുർആനിനെതിരാണ്, ദീനിന്റെ പ്രമാണത്തിന് മുഴുവനും എതിരാണ്, ശരീഅത്തിനെതിരാണ്. സമസ്ത അത് വീണ്ടും പ്രഖ്യാപിച്ചു. നിങ്ങളുടെ ഈ കൊള്ള ഞങ്ങൾ അനുവദിക്കുകയില്ല. പാവപ്പെട്ട ജനങ്ങളുടെ അവകാശമാണ് സക്കാത്ത്. അത് സംഘടനക്ക് ഉപയോഗപ്പെടുത്തുകയോ, മാധ്യമം പത്രത്തിന്റെ കടം വീട്ടാൻ, മീഡിയ വൺ ചാനൽ നടത്താൻ, ചാനലിലെ ജോലിക്കാർ ശമ്പളം കൊടുക്കാൻ, അതേപോലെ സോളിഡാരിറ്റി എന്ന് പറയുന്ന സംഘടനാ പ്രവർത്തനത്തിന്, വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്, പാവപ്പെട്ട ഫക്കീറുമാര് മിസ്കീന്മാർക്ക് കിട്ടേണ്ട ആ സക്കാത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഈ കഴിഞ്ഞ ആദർശ സമ്മേളനങ്ങളിൽ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് അതാ. അതുകൊണ്ട് തന്നെ
ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ആ പദ്ധതി പൊളിഞ്ഞു. പൊതുസമൂഹത്തിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുക്കാനുള്ള പദ്ധതി പാളിപ്പോയി. നിങ്ങളുടെ പിറകെ ഞങ്ങളുണ്ട്. വഹാബികളുടെ, മൗദൂദികളുടെ, ബിദ്അത്തുകാരുടെ ഈ സകല പൊള്ളത്തരങ്ങളെ തുറന്നു കാണിക്കാൻ നിങ്ങളെ വിടാതെ ഞങ്ങൾ പിറകപ്പടി കൂടി ഞങ്ങളുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ മഹാന്മാരായ ഈ ഉമ്മത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള കുതന്ത്രങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ മാധ്യമ പത്രവും മീഡിയ വൺ ചാനലും അവരുടെ ബുദ്ധിജീവികളും ഇന്ന് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇടക്ക് വിള്ളലുണ്ടാക്കാൻ. എന്നിട്ട് മഹാന്മാരായ സാദാത്തുക്കളെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും നേതാക്കളെയും രണ്ട് തട്ടിലാക്കി പത്രമാധ്യമങ്ങളിലൂടെ ഈ കുതന്ത്രത്തിന്റെ നിങ്ങൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുരുട്ടു ബുദ്ധിയുടെ വേലകൾ അത് ഞങ്ങൾ കയ്യോടെ പിടികൂടും. മഹാന്മാരായ സാദാത്തുക്കൾ, തങ്ങന്മാർ, ജമാഅത്തെ ഇസ്ലാമിയുടെ ശൈഖ് മുഹമ്മദ് കാരക്കുന്ന് പറയാ, സമസ്തയോടൊരു ഉപദേശം. എന്താ സമസ്തയോട് ഉപദേശം? പാണക്കാട്ട് സാദാത്തുക്കൾ നിങ്ങളുടെ മാത്രം നേതാക്കളായാ മതിയോ? സുന്നികളുടെ മാത്രം നേതാക്കളായാ മതിയോ എന്ന് പറഞ്ഞുകൊണ്ട് ശൈഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ ശൈഖ് മുഹമ്മദ് കാരക്കുന്നിനോട് പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറയോട് പറയുന്നു, വഹാബികളോടും പറയുന്നു, പാണക്കാട്ട സാദാത്തുക്കൾ മാത്രമല്ല, കേരളക്കരയിലെ എല്ലാ തങ്ങന്മാരും, ജിഫ്രി കബീലയിലെ, ജമലുല്ലൈലി കബീലയിലെ, ഹസനി കബീലയിലെ, ബാലവി കബീലയിലെ, ബുഖാരി കബീലയിലെ, ഐദ്രൂസി കബീലയിലെ എല്ലാ തങ്ങന്മാരും ഞങ്ങളുടെ നേതാക്കളാണ്, സുന്നികളുടെ നേതാക്കളാണ്. വിദ്യാർത്ഥികാരാ, നിന്റെ ചട്ടുകത്തിന് വഴിപ്പെടാൻ അവരെ വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം നിങ്ങൾ ചതിയന്മാരാ. പ്രബോധനം വാരികയിൽ മുത്തുനബിയുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പുരുഷ സന്താനം ജീവിച്ചിരിപ്പുണ്ടായിട്ടില്ല. അതിനാൽ അവിടത്തേക്ക് പിന്മുറക്കാർ ഇല്ലായിരുന്നു. ഇസ്ലാമിക നിയമം അനുസരിച്ച് പുരുഷ സന്തതി പരമ്പര മാത്രമേ പിന്മുറക്കാരായുള്ളൂ. ആകയാൽ പഴയ ജാഹിലിയത്തിന്റെ നഗ്നമായ ചിഹ്നമാണ് അഹ്ലുബൈത്തിലും തങ്ങന്മാരിലുമുള്ള വിശ്വാസം. ഈ വിശ്വാസം എത്ര വേഗം തുരത്തപ്പെടുന്നുവോ അത്രയും സമുദായത്തിലെ ഉച്ചനീചത്വം അവസാനിക്കും. പ്രബോധനം ഇതെന്ന് പറയാൻ തുടങ്ങിയതാ 1969 ആഗസ്റ്റ് മാസത്തിൽ പ്രസിദ്ധീകരിച്ചതായത്. തങ്ങന്മാരില്ല, മുത്തുനബിക്ക് പിന്മുറക്കാരില്ല. തങ്ങന്മാർ ഉണ്ട് എന്ന വിശ്വാസം അത് ജാഹിലിയത്തിന്റെ ചിഹ്നമാണ്. അതുകൊണ്ട് ഇത് എത്രയും വേഗം അവസാനിപ്പിച്ചാലേ സമുദായം രക്ഷപ്പെടൂ എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പ്രബോധനം പറയുന്നത്. അത് മാത്രമല്ല, മറ്റൊരിക്കൽ പ്രബോധനം പറഞ്ഞു, അറേബ്യൻ ആഭിജാത്യത്തിന്റെ ചിഹ്നങ്ങൾ ഇന്ന് മുസ്ലിം സൊസൈറ്റിയിൽ നിലനിൽക്കുന്നു. അറേബ്യയിൽ നിന്ന് വന്നവർ സയ്യിദും തങ്ങളുമാണ്. അവരെ മറ്റുള്ളവർ ആദരിച്ചാൽ പോരാ, ആരാധിക്കണം. കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അവന്റെ കൈപിടിച്ച് ചുംബിക്കുക പോലും വേണം. മഹാകവി പറഞ്ഞു എന്ന് പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയുന്നത്, പ്രബോധനം വാരിക പറയുന്നത്, ആ കൈ ഛേദിച്ച് കളയലാണ് ചുംബിക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന്. തങ്ങന്മാരെ, അഹ്ലുബൈത്തിനെ കാണുമ്പോ സമസ്തക്കാർ എഴുന്നേറ്റ് നിൽക്കും. ഞങ്ങൾ അവരുടെ കൈപിടിച്ച് മുത്തും. സുന്നികൾ അവരെ ആദരിക്കും. ഇത് ഞങ്ങളുടെ വഴിയാണ് മുത്തുനബിയുടെ അഹ്ലുബൈത്തിനെ ബഹുമാനിക്കുന്നത്. ആ അഹ്ലുബൈത്തിന്റെ കൈപിടിച്ച് മുത്തുന്നതിനേക്കാൾ അവരുടെ കൈ ഛേദിച്ച് കളയുകയാണ് വേണ്ടത് എന്ന് മലയാളത്തിൽ പ്രബോധനത്തിൽ അക്ഷരം നിരത്തിയ ഈ ശൈഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഇത് പിൻവലിച്ചു വേണം നിങ്ങൾ ഈ സമൂഹത്തെ പറ്റിക്കാൻ. നിങ്ങൾ വെറുതെ വിടൂല. തങ്ങന്മാരെ ആക്ഷേപിച്ചത്, അവരുടെ കൈമുറിക്കണം എന്ന് പറഞ്ഞത് ശൈഖ് മുഹമ്മദ് കാരക്കുന്ന നിങ്ങളുടെ പത്രമാണ്, നിങ്ങളുടെ പ്രബോധനമാണ്. അതാണ് നിങ്ങൾ ഇത്ര കാലം ഇവിടെ പ്രചരിപ്പിച്ചത്. എന്നിട്ട് തങ്ങന്മാരോടുള്ള ബഹുമാനം പഠിപ്പിക്കാൻ വരികയോ? അതേപോലെ വഹാബികളോ? ശബാബ് വാരിക ഒരിക്കൽ എഴുതി, പ്രവാചകന്മാരുടെ കുടുംബത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു പരിഗണനയുമില്ല. തങ്ങൾ എന്ന് പറഞ്ഞാൽ നബി കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണെന്നാണ് ധാരണ. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുകയും വർഷങ്ങളോളം ജീവിക്കുകയും ചെയ്ത മക്കയിലും മദീനയിലും ഒരു തങ്ങളും നിലവിലില്ല എന്നതാണ് വസ്തുത. തങ്ങന്മാരില്ല എന്നതിന്റെ വസ്തുത മക്കയിലും മദീനയിലും തങ്ങളില്ല എന്നതാണ്. കേരളത്തിൽ മാത്രമാണ് തങ്ങന്മാരുള്ളത്. ഉണ്ടെങ്കിൽ അത് കാണേണ്ടത് മക്കയിലും മദീനയിലുമാണ്. ചിന്തിക്കണം. ഞങ്ങൾ പറയുന്നു, സൗദി അറേബ്യയിൽ അറബിക കൂട്ടത്തിൽ തങ്ങന്മാരില്ല, മലയാളികളാണ് തങ്ങന്മാർ. പക്ഷേ അവിടെ സയ്യിദുമാരുണ്ട്, അവിടെ ഷെരീഫുമാരുണ്ട്. മഹാന്മാരായ തങ്ങന്മാരെ കുറിച്ച് അറബികൾ ഷെരീഫ് എന്ന് പറയും, അഷ്റാഫ് എന്ന് പറയും, സയ്യിദ് എന്ന് പറയും, സാദാത്ത് എന്ന് പറയും. പല രൂപത്തിൽ പല നാടുകളിൽ പറയുക. തങ്ങൾ എന്ന വാക്ക് മലയാളത്തിലാണ്. മലയാളികളായ മുത്തുനബിയുടെ കുടുംബത്തിലെ തങ്ങന്മാരെ കുറിച്ച് മാത്രമേ തങ്ങന്മാരെന്ന് പറയൂ.
എന്നിട്ട് ജനങ്ങളെ പറ്റിക്കുക. അത് മാത്രമല്ല, ഇത്തരം തങ്ങന്മാരിൽ നിന്ന് ഖൈർ ഉദ്ദേശിച്ചുകൊണ്ടും ഷർറ് നീങ്ങിക്കിട്ടാൻ വേണ്ടിയും അവരുടെ കൈകൾ മുത്തുന്നത് ശിർക്കാണ്. ചിന്തിക്കണം, കൈകൾ തങ്ങന്മാരുടെ കൈമുത്തുന്നത് ശിർക്കാണ്. ശബാബ് വാരിക, വഹാബികളുടെ വാരിക. ഈ വഹാബികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും തങ്ങന്മാരുടെ ആളുകളാകാൻ ശ്രമിച്ച് ഈ സമുദായത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഒരിക്കലും അത് വിട്ടുതരാൻ തയ്യാറല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം പറയുന്നു, നിങ്ങൾ എത്ര കാലമായി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? 100 കൊല്ലമായില്ലേ വഹാബികൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ജമാഅത്തെ ഇസ്ലാമി 1948 മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നില്ലേ? നിങ്ങൾ ഇത്ര കാലം ഇവിടെ പ്രചരിപ്പിച്ചത് എന്താണ്? ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശിർക്ക്. വഹാബികൾ പറയുന്ന 200-ലേറെ കാര്യങ്ങൾ. ഏതാ കാര്യങ്ങൾ? വഹാബികൾ പറയുന്നത് സുബൈക്ക് കുനൂത്ത് ഓതുന്നത്, നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മയാണ്, കള്ളുകുടിയേക്കാൾ വലിയ തെറ്റാണ്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ഇബാദത്തുകളെ കുറിച്ച്. തറാവീഹ് നിസ്കാരം, അതേപോലെ ജുമയുടെ 2 വാങ്ക്, ഖത്തീബ് വാള് പിടിക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അള്ളാന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും താബിയുകളുടെയും മഹാന്മാരായ ഇമാമുകളുടെയും മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ച ഈ വിശുദ്ധമായ വഴികൾ 200-ലേറെ കാര്യങ്ങൾ കേരളത്തിലെ സുന്നികൾ ചെയ്യുന്നത് ശിർക്കും കുഫ്റുമാണെന്ന് പറഞ്ഞ് എന്നിട്ട് നിരന്തരം പ്രചരണം നടത്തി. മൗലിദ് ശിർക്ക്, കുത്തുബിയത്ത് ശിർക്ക്, നബിദിനാഘോഷം ശിർക്ക്, എല്ലാം ശിർക്ക്, എല്ലാം ബിദ്അത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിച്ച് നിങ്ങൾക്ക് എന്താ ഇവിടെ ചെയ്തെടുക്കാൻ സാധിച്ചത്? ഞാനൊന്ന് ചോദിക്കട്ടെ. 10,000-കണക്കിന് മഹല്ല് ജമാഅത്തുകൾ കേരളക്കരയിലുണ്ട്. പാരമ്പര്യ മഹല്ല് ജമാഅത്തുകൾ, 1000-കണക്കിന് പഴക്കമുള്ള പള്ളികൾ ഈ മലപ്പുറം ജില്ലയിലില്ലേ? തിരൂരങ്ങാടി പള്ളിയില്ലേ? അതേപോലെ പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളിയില്ലേ? അതേപോലെ ഒരുപാട് അറിയപ്പെട്ട പ്രധാനപ്പെട്ട പള്ളികൾ, അള്ളാന്റെ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ കറാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരുപാട് പള്ളികൾ ഈ മലപ്പുറം ജില്ലയിലില്ലേ? പാരമ്പര്യ പള്ളികൾ, അത് മതസൗഹാർദ്ദത്തിന്റെ പള്ളികൾ. വട്ടം രാജാവ് നൽകിയ ഒറ്റത്തേക്ക് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പൊന്നാനി ജുമുഅത്ത് പള്ളി, ആശാരിത്തങ്ങളുടെ ചരിത്രം നമുക്കറിയൂലേ? മതസൗഹാർദ്ദത്തിന്റെ പെരുമ കേട്ട പൊന്നാനി പള്ളി. മലപ്പുറത്തെ പള്ളി 14 ഏക്കറാണ് പാറനമ്പി നൽകിയത്. പിന്നീട് 2ാം പാറനമ്പിയുടെ കാലഘട്ടത്തിൽ ആരൊക്കെയോ വർഗീയത കത്തിച്ച് 2ാം പാറനമ്പി ആ പള്ളി ആക്രമിച്ചു നശിപ്പിച്ചു. 2ാം പാറനമ്പിക്ക് രോഗം വന്നു. ആരോ ജ്യോത്സ്യൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ നശിപ്പിച്ച പള്ളി പുനർനിർമ്മിച്ചാൽ മാത്രമേ രോഗം മാറൂ. ഒരു കറാമത്ത് പോലെ പള്ളി പുതുക്കി പണിതു. ഹാജിയാർ പള്ളിക്ക് ആ നാട്ടിലെ നാടുവാഴിയല്ല സ്ഥലം നൽകിയത്. അദ്ദേഹത്തിന്റെ ലക്ഷങ്ങൾ കോടികൾ വിലമതിക്കുന്ന സ്വത്ത് മോഷ്ടിക്കപ്പെട്ടപ്പോ അത് തിരിച്ചു കിട്ടി ഹാജിയാരുടെ കറാമത്തിലൂടെ. കോട്ടക്കല പാലപ്പുറ പള്ളിക്ക് ഭൂമി നൽകിയത് സാമൂതിരിയായിരുന്നു. പാലപ്പുറ പള്ളിയുടെ മിമ്പർ പണി കഴിപ്പിച്ചു കൊടുത്ത് കോട്ടക്കല വാരിയര. ആ വാരിയരതിന്റെ ഉദ്ഘാടനത്തിന് അന്ന് വന്നത് ആനപ്പുറത്തായിരുന്നു. എന്തൊക്കെ മനോഹരമായ ചരിത്ര പാരമ്പര്യ പള്ളികൾ. തൊട്ടടുത്താണ് മൂന്നാക്കൽ പള്ളി. ഇന്നും 17,000-ലധികം വരുന്ന കുടുംബങ്ങൾക്ക്, അതിൽ 1000-കണക്കിന് കുടുംബങ്ങൾ ഹിന്ദുക്കളാണ്. മലപ്പുറം ജില്ലയിലെ, പാലക്കാട് ജില്ലയിലെ പരിസര പ്രദേശങ്ങളിലെ 1000-കണക്കിന് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് റേഷൻ നൽകുന്നത് പോലെ മാസാമാസം അരി നൽകുന്ന മൂന്നാക്കല പള്ളി. ഇങ്ങനെയുള്ള അറിയപ്പെട്ട ഒരുപാട് പള്ളികൾ, 1000-കണക്കിന് പാരമ്പര്യ പള്ളികളിൽ ഏതെങ്കിലും ഒരു കാര്യം മാറ്റിത്തിരുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ആ പള്ളികളിലൊക്കെ ഖുത്ബ നടക്കുന്നത് അറബിയിലാണ്. ആ പള്ളികളിലൊന്നും സ്ത്രീകൾ ജുമുഅക്ക് വരുന്നില്ല. ആ പള്ളികളിലൊക്കെ റാത്തീബ് നടക്കുന്നുണ്ട്, ഹദ്ദാദ് നടക്കുന്നുണ്ട്, ഖുത്ബിയത്ത് നടക്കുന്നുണ്ട്. ആ പള്ളികളിൽ ഖബർസ്ഥാനുകളിൽ തൽഖീനുണ്ട്, തസ്ബീത്തുണ്ട്, ഖത്തപ്പുറയുണ്ട്, യാസീനോത്തുണ്ട്, എല്ലാ അമലുമുണ്ട്. ഈ പള്ളികളിലൊക്കെ സുബൈക്ക് ഖുനൂത്ത് ഓതുന്നുണ്ട്, നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിച്ചത്? വഹാബികളെ, മൗദൂദികളെ, ഇവിടെ തിരൂരങ്ങാടിയിലെ പ്രസ്സുകളിൽ, കോഴിക്കോട്ടെ പ്രസ്സുകളിൽ, അത് മാത്രമല്ല സമസ്തയുടെ പ്രസ്സുകളിൽ മജ്ലിസുൻ നൂറിന്റെ ഏടുകൾ, മൗലിദിന്റെ ഏടുകൾ, അത് ഓരോ ദിവസവും എത്രയോ പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ഏടുകൾ 6666 വക, 7777 വക. ഈ ഏടുകളും മാലകളും മൗലിദുകളും മജ്ലിസുൻ നൂറും ഖുത്ബിയത്തും മൗലിദ് കിതാബും ഇത് നമ്മുടെ പ്രസ്സുകൾ പ്രിന്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഓരോ കൊല്ലം കഴിയുന്തോറും റബീഉൽ അവ്വൽ മാസം വരുമ്പോ മീലാദ് പരിപാടി വളരെ പൊലിമയോടുകൂടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ചെറുപ്പക്കാരൊക്കെ രംഗത്ത് വരുന്ന നിങ്ങൾക്ക് നബിദിനാഘോഷത്തിന്റെ പൊലിമ കെടുത്തി കളയാൻ കഴിഞ്ഞോ? ഏതെങ്കിലും മഖബറയിലെ സിയാറത്തിലാക്കാൻ കഴിഞ്ഞോ? മമ്പുറത്താണെങ്കിലും മടവൂരാണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും വെളിയങ്കോട്ടാണെങ്കിലും എല്ലാ മഖബറകളിലും, വരക്കൽ മഖാമിലാണെങ്കിലും ഇടിയങ്ങര ശൈഖ് പള്ളിയിലാണെങ്കിലും മുമ്പത്തേതിനേക്കാൾ സിയാറത്തിന് ആളുകൾ കൂടി. ഒരു ചുക്കും ചെയ്യാൻ വഹാബികളെ, മൗദൂദികളെ, നിങ്ങൾ 100 കൊല്ലവും 70 കൊല്ലവും
ഈ കള്ളപ്രചരണം നടത്തിയിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാരണം മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനും സുന്നത്ത് ജമാഅത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കോട്ട കെട്ടി കാവലിരിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഉരുക്കുകോട്ട ഇവിടെ ഉള്ള കാലത്തോളം നിങ്ങൾക്ക് അതിനെ തൊടാനൊരിക്കലും സാധ്യമല്ല. ഞങ്ങൾ പറയുന്നു, ഇന്നലെ ഞങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം ചേർന്നു. 2ാം ശനിയാഴ്ച പുതിയ 20 മദ്രസകൾ അംഗീകരിക്കപ്പെട്ടു. 1ഉം 2ഉമല്ല, 20 മദ്രസകൾ. ഇപ്പോ 10,992 മദ്രസകളായി. ഞങ്ങളുടെ മദ്രസകളിൽ 11,49,275 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ കേരളക്കരയിലാണ് 9,363 മദ്രസകൾ. അതർ സ്റ്റേറ്റിലാണ് 1,450-ലേറെയുള്ള മദ്രസകൾ. വിദേശ രാജ്യങ്ങളിലാണ് 150-ലധികം വരുന്ന മദ്രസകൾ. 560-ലധികം റേഞ്ച് സംവിധാനങ്ങളുണ്ട്. 1,02,969 മുഅല്ലിമീങ്ങളുണ്ട്, MSR ഉള്ളവർ. 112 മുഫത്തിഷ്മാരുണ്ട്, ഖാരിയുമാരുണ്ട്, ട്യൂട്ടർമാരുണ്ട്, മുജവിദുമാരുണ്ട്. ഞങ്ങൾ അഭിമാനത്തോടുകൂടെ പറയുന്നു, കഴിഞ്ഞ കൊല്ലം വരെ പുതിയത് കൂട്ടാതെ ഞാൻ പറയുന്നത് 40,42,781 കുട്ടികൾ 5ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സായി. 40.5 ലക്ഷം 21.5 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ 7ാം ക്ലാസ്സിൽ പാസ്സായി. അതേപോലെ 5,42,222 10ാം ക്ലാസ് പാസ്സായി. +2 പാസ്സായി 57,237. ഈ വർഷം ഈ 4 ക്ലാസുകൾ കൂടെ 2,60,256 വേറെയും. ഇങ്ങനെ ഒരു കണക്ക് പറയാൻ വഹാബികൾക്ക് കഴിയോ? ഇങ്ങനെ ഒരു കണക്ക് പറയാൻ മൗദൂദികൾക്ക് കഴിയോ? ഞാൻ പറയുന്നു, മലപ്പുറം ജില്ലയിൽ എത്ര മദ്രസകളുണ്ട്? വെസ്റ്റ് ജില്ലയിൽ 1075 മദ്രസകളുണ്ട്, 66 റേഞ്ചുകളിലായി. ഈസ്റ്റ് ജില്ലയിൽ 1372 മദ്രസകളുണ്ട്, 90 റേഞ്ചുകളിലായി. ഞാൻ പറയുന്നു, വെസ്റ്റ് ജില്ലയിലുള്ള 1075 മദ്രസകൾ, ഈ 1075 മദ്രസകളുടെ എണ്ണം കണ്ട് വഹാബികൾക്ക് കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും ആകെക്കൂടെ മദ്രസ കെട്ടിപ്പൊക്കാൻ ഈ 100 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? KNM-കാരെ ഞാൻ വെല്ലുവിളിക്കുന്നു, മർക്കസുദ്ദാവക്കാരെ വെല്ലുവിളിക്കുന്നു, വിസ്റ്റം ഗ്രൂപ്പുകാരനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര മദ്രസകളുണ്ട്? കണക്ക് നിരത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? വിസ്റ്റം ഗ്രൂപ്പുകാര് പറയും, ഞങ്ങൾക്ക് ആകെ 8ാം ക്ലാസ് വരെയുള്ള സിലബസേ ഉള്ളൂ, ആകെ 100-ൽ ചില്ലറ മദ്രസകളെ ഞങ്ങൾക്കുള്ളൂ. KNM-കാർ അവരുടെ കഥ പറയും, 10ാം ക്ലാസ് വരെ അവർക്ക് സിലബസ് ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ കഥ പറയും, അവർക്ക് 300-ൽ ചില്ലറ മദ്രസയാണ് 10ാം ക്ലാസ് വരെയുള്ള സിലബസ്. ഞങ്ങൾക്ക് +2 ക്ലാസ് ഉണ്ട്. +2 ക്ലാസ്സിൽ പഠനം പൂർത്തിയാക്കിയ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് 60,000-ലധികം കുട്ടികൾക്ക് മദ്രസ +2 പാസ്സായ പൊതുപരീക്ഷ വിതരണം ചെയ്തു സമസ്ത. ഒരു സംഘടനക്കും, ഒരു ബിദ്അഈ സംഘടനക്കും +2 വരെയുള്ള ഈ മദ്രസ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഈ കണക്ക് നിരത്താൻ കാരണം സമസ്ത വളരുകയാണ്. ഇന്നലെ പോലും 20 മദ്രസ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് ആവശ്യപ്പെടുകയാണ് സമസ്തയോട്, പൊതുജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. അവർ മദ്രസ ഉണ്ടാക്കിയിട്ട്, അവർ സ്ഥലം വഖഫ് ചെയ്ത് പണപ്പിരിവ് നടത്തിയിട്ട് മദ്രസ കെട്ടിപ്പടുക്കി സമസ്തയുടെ സിലബസ് അംഗീകരിക്കണം. നിങ്ങളാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് അദബ് പഠിപ്പിക്കേണ്ടത്. സമസ്തയാണ് ഈമാൻകാരും ഇസ്ലാംകാരും ഞങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത്. സമസ്ത പഠിപ്പിക്കുന്ന ഖുർആൻ മതി, തഫ്സീർ മതി, ഫിഖ് മതി, അഖീദ മതി. ഇതാണ് ജനങ്ങളുടെ തീരുമാനം. നിങ്ങളുടെ കൂടെ ബിദ്അത്തുകാരാ പൊതുസമൂഹമില്ല. അതുകൊണ്ടാണ് SKSSM-ന്റെ പ്രവർത്തനം ജനകീയമാകുന്നത്, ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഈ വെസ്റ്റ് ജില്ലയിൽ 18 മേഖലകളിലായി 87 ക്ലസ്റ്ററുകളിലായി 600-ലധികം വരുന്ന യൂണിറ്റുകൾ. ഈസ്റ്റ് ജില്ലയിൽ 18 മേഖല 93 ക്ലസ്റ്ററുകൾ 700-ലധികം യൂണിറ്റുകൾ. SYS-ന്റെ കമ്മിറ്റി വെസ്റ്റ് ജില്ലയിൽ 7 മണ്ഡലം 45 പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റി 550 യൂണിറ്റ്. ഈസ്റ്റ് ജില്ലയിൽ 9 മണ്ഡലം 65 പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റി 865 യൂണിറ്റുകൾ. ഇങ്ങനെ കണക്ക് പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? മലപ്പുറം ജില്ലയിൽ മാത്രം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേടിയെടുത്ത, ഇനിയും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ശക്തമായ മുന്നേറ്റം, അതിന്റെ 7 അയലത്തെത്തിച്ചേരാൻ എല്ലാ ബിദ്അത്തുകാര് കൂടെ കൂടിയിട്ട് ഒരിക്കലും അവർക്ക് സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല, നിങ്ങൾ പറയാറുണ്ട് ഞങ്ങളാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ ആളുകൾ. ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ പെൺകുട്ടികളെ പണ്ഡിതകളായി വളർത്തിക്കൊണ്ടുവരുന്ന 10,000-കണക്കിന് കുട്ടികളെ, പെൺകുട്ടികളെ സമസ്ത പഠിപ്പിക്കുന്നു. ഫാദില കോഴ്സ്, മഹദിയ കോഴ്സ്, സഹറവിയ കോഴ്സ്, ഇതൊക്കെ അവർക്ക് ശരീഅത്തിന്റെ കിതാബുകൾ പഠിപ്പിച്ച് അവരെ ആലിമത്തുകളാക്കി മാറ്റാനാ. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ടോ? വഹാബികൾക്ക് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ടോ? വഹാബികളുടെയും ജമാഅത്തെ ഇസ്ലാമികയുടെയും ഇസ്ലാമിയ കോളേജുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അഫ്ദലുൽ ഉലമയും BA അറബിക്കും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ. ഇന്ന് വഹാബികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഖേദിക്കുന്നത് ഇൽമുള്ള, ആഴത്തിൽ ഇൽമു പഠിച്ച ആലിമീങ്ങളും പണ്ഡിതന്മാരും ഇല്ലാത്തതുകൊണ്ട്. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ നിലനിർത്തിയ ദർസിന്റെ പാരമ്പര്യമാണ്. നിങ്ങൾ അറിയണം, 2019-ൽ
സമസ്ത കേരള ജംഇയ്യത്തുൽ മുദരിസീൻ സംസ്ഥാന കമ്മിറ്റി ഒരു കണക്കെടുപ്പ് നടത്തി. കേരളത്തിലാകെ 933 പള്ളി ദർസുകളുണ്ട്. അതിൽ 19,217 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ മാത്രം 438 പള്ളി ദർസുകളുണ്ട്. മലപ്പുറം ജില്ലയിലാണ് മഹാഭൂരിപക്ഷം ദർസല മുത്തഅല്ലിമീങ്ങൾ 10,036. ഇത് 2019 കണക്കാ. നിങ്ങൾക്കൊരു പള്ളി ദർസുണ്ടോ? ഞങ്ങളുടെ പള്ളി ദർസുകളിലൂടെ 10ഉം 15ഉം കൊല്ലം രാവും പകലും ഉസ്താദുമാരുടെ കൂടെ നടന്ന് ഇൽമു പഠിച്ച പാരമ്പര്യമാണ് സമസ്തയുടെ പാരമ്പര്യം. ശൈഖുനാ ശംസുൽ ഉലമയിൽ നിന്ന്, കണ്ണിയത്ത് ഉസ്താദിൽ നിന്ന്, കോട്ടമല ഉസ്താദിൽ നിന്ന്, പ്രഗത്ഭരായ മഹാന്മാരായ ആലിമീങ്ങളിൽ നിന്ന് 10ഉം 15ഉം 20ഉം കൊല്ലമൊക്കെ ഓതി പഠിച്ച മഹാന്മാരാണ് ഇന്നും സമസ്തക്ക് നേതൃത്വം നൽകുന്നത്. ആ മഹാന്മാരുടെ ആത്മീയതയുടെയും ആദർശത്തിന്റെയും മൂശയിൽ അവരെ വളർത്തി വാർത്ത് കൊണ്ടുവന്ന സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ, ശൈഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട ശൈഖുന MT ഉസ്താദ്, കൊയ്യോട് ഉസ്താദിനെ പോലെയുള്ള ഇരുത്തം എന്ന ആലിമീങ്ങൾ, മഹാന്മാര് ഈ സമുദായത്തിന് ഉമ്മത്തിന് നേതൃത്വം ഇൽമിന്റെ ബഹറുകളാണ്. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ, SKSSFന്റെ ഇസ്തിഖാമയുടെ മക്കളുടെ മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ വഹാബികൾ നിങ്ങൾക്ക് കഴിഞ്ഞോ? നിങ്ങളുടെ വലിയ മുതിർന്ന പുരോഹിതന്മാർ സംവാദത്തിന് വന്നില്ലേ? ഇസ്തിഖാമയുടെ മുത്തഅല്ലിമീങ്ങളുടെ മുന്നിൽ കോഴിക്കോട്ടും ആലപ്പുഴയിലും മലപ്പുറത്തും പല ഭാഗങ്ങളിലും സംവാദം നടത്തിയപ്പോ മുതിർന്ന മുജാഹിദ് മൗലവിമാർക്ക് SKSSFന്റെ ഇസ്തിഖാമ എന്ന് പറയുന്ന ആദർശ വിങ്ങിന്റെ മുത്തഅല്ലിമീങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. വഹാബികളെ ചങ്ങലക്കിടാൻ, വഹാബികളുടെ കൂച്ചുവിലങ്ങിടാൻ ഞങ്ങളുടെ SKSSFന്റെ ഇസ്തിഖാമയുടെ മുത്തഅല്ലിമീങ്ങൾ മാത്രം മതി. ഞങ്ങളുടെ മുശാവറ വേണ്ട, അതിന് താഴെയുള്ള രണ്ടാം തര ആലിമീങ്ങൾ വേണ്ട. ഞങ്ങളുടെ ഈ കുട്ടികളുടെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. കേരളത്തിലെ യുക്തിവാദികൾ, കേരളത്തിലെ തലമുതിർന്ന യുക്തിവാദികൾ, ജബ്ബാറാവട്ടെ, രവിചന്ദ്രനാവട്ടെ, ഏത് നാസർ മാവൂരാനോ അതേപോലെ ആരിഫ് ഹുസൈനോ ആരാവട്ടെ, ബഹുമാനപ്പെട്ട ശുഐബുൽ ഹൈതമിയെ പോലെ SKSSFന്റെ ചുണക്കുട്ടികളുടെ മുന്നിൽ നിങ്ങൾക്ക് എന്താണ് ശാസ്ത്രമെന്ന് പഠിപ്പിച്ച്, എന്താണ് ലോകമെന്ന് പഠിപ്പിച്ച്, എന്താണ് ഖുർആൻ, എന്താണ് ഹദീസ് എന്ന് പഠിപ്പിച്ച് എല്ലാ യുക്തിവാദത്തിന്റെ ഖുർആനിനെ നിന്ദിക്കാൻ വരുന്ന, മുത്തുനബി അവഹേളിക്കാൻ വരുന്ന ഈ ക്രൂരന്മാരെ പിടിച്ചു കെട്ടാൻ ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങൾക്ക്, ഇസ്തിഖാമക്ക്, അതേപോലെ SKSSFന്റെ തൊലബാ വിങ്ങിന്, ക്യാമ്പസ് വിങ്ങിലെ മക്കൾക്ക് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതിനാണ് SKSSF. ഞാൻ അവസാനിപ്പിക്കട്ടെ, 20ഓളം വരുന്ന ഉപവിഭാഗങ്ങളിലായി അതിശക്തമായ മുന്നേറ്റം. ഈ മഹാസമ്മേളനം മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ 1000ഓളം വരുന്ന ഐഡിയൽ പ്രവർത്തകരെ, പരിശീലനം ലഭിച്ച ICLന്റെ പ്രവർത്തകരായി, അവരെ കർമ്മഭടന്മാരായി, വളരെ സമർപ്പിത യൗവനത്തിന്റെ ആത്മീയതക്ക്, ആദർശത്തിന്, ഈ സമൂഹത്തിന് ആത്മാർത്ഥ പ്രവർത്തകരെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ഈ സംവിധാനം ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചത്. ഞങ്ങളുടെ ഈ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രയാണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കോട്ട കെട്ടാനാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയിലെ ഞങ്ങളുടെ മുതിർന്ന ഉസ്താദുമാർക്ക് കാവൽഭടന്മാരാവാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ നിങ്ങളുടെ ചാനലുകളും നിങ്ങളുടെ പത്രമാധ്യമങ്ങളും വഹാബികളും മൗദൂദികളും അതേപോലെ ഫേസ്ബുക്കിലും വാട്സപ്പിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ കീറക്കടലാസുകളിൽ ഞങ്ങളുടെ ഉസ്താദുമാർക്കെതിരെ കുത്തുവാക്ക് പറയുന്ന ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും വഹാബിസത്തിന്റെയും മൗദൂദിസത്തിന്റെയും അച്ചാരം വാങ്ങി ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അസ്ഥിരപ്പെടുത്താനും വരുന്ന സകല കുതന്ത്രശാലികളെ പിടിച്ചു കെട്ടാൻ SKSSF ഇവിടെ ഉള്ള കാലത്തോളം ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ മഹാസമ്മേളനം. നിങ്ങളുടെ ഈ കീറച്ചാക്കുകളെ വലിച്ചെറിയാൻ, നിങ്ങളുടെ ഈ കീറക്കടലാസുകളെ പിച്ചു ചിന്തിക്കളയാൻ, നിങ്ങളുടെ ഈ കുതന്ത്രങ്ങളെ ഇൻഷാ അല്ലാഹ് ഞങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ നേതാവ് സയ്യിദുൽ ഉലമ ഇവിടെ പ്രസംഗം അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ തങ്ങൾ ഉസ്താദ് ഉൾപ്പെടെ സമസ്തയുടെ മുശാവറയെ ആക്രമിക്കാൻ വരുന്ന സകല ആളുകളോട് ഒരു മുന്നറിയിപ്പായിട്ടാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും വാട്സപ്പും നിങ്ങളുടെ ആരുടെയും കുത്തകയല്ല. നിങ്ങൾ കൊണ്ടുവരുന്ന ആയുധങ്ങളെ കൊണ്ട്, നിങ്ങൾ കൊണ്ടുവരുന്ന ചങ്ങല കൊണ്ട് നിങ്ങളെ ഞങ്ങൾ തിരിച്ചു ബന്ധിക്കും. നിങ്ങൾ കൊണ്ടുവരുന്ന കൂച്ചുവിലങ്ങുകൾ കൊണ്ട് നിങ്ങളുടെ കയ്യാമം ഞങ്ങൾ അണിയിക്കും. SKSSF അതിന് പ്രതിജ്ഞാബദ്ധരാണ്. സമസ്തക്ക് കോട്ടകെട്ടി കാവൽ നിൽക്കാൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാവലാളുകളാവാൻ, സമസ്തയെ അസ്ഥിരപ്പെടുത്താൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് മാത്രം ഈ സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.